ചേർത്തേട്ടൻ നേരത്തെ പഞ്ചാംഗം എന്താണ്, അതിൻ്റെ 5 അംഗങ്ങൾ പറഞ്ഞായിരുന്നു. അതെങ്ങനെയായിരുന്നു ആദ്യം അത് വന്നത് എന്നും കൂടെ പറഞ്ഞായിരുന്നു. ഇപ്പം ഇത് ഈ ജ്യോതിഷമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പഞ്ചാംഗം എങ്ങനെയാണ്? അതൊരു ടെക്സ്റ്റ് ബുക്ക് മാത്രമായിട്ടാണോ റിഫർ ചെയ്യുന്നത്, അതോ ഇപ്പം നേരത്തെ ജ്യോതിഷം നോക്കിയിട്ട് ടൈം പറയുന്നു? പഞ്ചാംഗം എന്ന് പറയുന്നത് ഒരു ബേസിക് ടൂൾ. അപ്പോൾ ആസ്ട്രോളജി പൊതുവിൽ ഫലഭാഗം പറയുമ്പോൾ നാളെ നടക്കാണ്ടിരിക്കുന്ന ഒരു കാര്യവും കഴിഞ്ഞുപോയ നമ്മുടെ കാലത്തിൻ്റെ ഒരു കാര്യവും, അത് ഫ്യൂച്ചറും പാസ്റ്റും ഭാവിയും ഭൂതവും പറയുമ്പോൾ പഞ്ചാംഗം നമ്മളെ ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ പഠിപ്പിക്കണം, പ്രസൻറ്റ് മൊമെൻറ്റിൽ. ചേർത്തിട്ട് ഈ ഓരോ ഗ്രഹണങ്ങൾ ഇതെല്ലാം ടൈമിംഗ് പഞ്ചാംഗത്തിൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ 100 വർഷത്തെ പഞ്ചാംഗം എടുത്താൽ ഓരോ വർഷവും എങ്ങനെയൊക്കെ വരുന്നു, ഏതൊക്കെ സമയത്ത് വരുന്നു എന്ന് ഡിഫൈൻഡ് ആണ്. ഇത് അന്നത്തെ കാലത്ത് ഇതെങ്ങനെയാണത് ടൈം അങ്ങനെ ഇന്ന സമയത്ത് ഇത്ര വർഷത്തിൽ ഇത്ര എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് മഹർഷിമാർ, അത് ഋഷിമാർ എന്ന് പറഞ്ഞു, അവരാണല്ലോ നമ്മളൊക്കെ ഈ അത് നമ്മൾ ഈ സീരിയലിലും ഇതിലും കാണാനല്ല, ആരും ഋഷിയാണ്. അവൻ ചിലപ്പോൾ കാഷായോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പ് കുത്തിയും കൃഷിക്കാരനും ഒക്കെയാണ് ധർമ്മം വളർത്തിയത്, കുടുംബവും പ്രാരബ്ധമൊക്കെ ഉള്ളവർ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ വളർത്തിയെടുത്ത് എങ്ങനെയാ വെച്ചാൽ ഒബ്സർവേഷനിൽ കൂടിയാണ്, നിരീക്ഷിച്ചിട്ടാണ്. അത് ഒരാളല്ല, തലമുറകൾ നിരീക്ഷിക്കുകയാണ്. 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന അച്ഛൻ മരിച്ചു പോകുമ്പോൾ മകനോട് 100 വർഷത്തെ ഡാറ്റ കൊടുത്തിട്ടാണ് മരിച്ചു പോകുന്നത്. അവൻ അച്ഛൻ്റെ 100 വർഷം ഡാറ്റയുടെ മുകളിലേക്ക് അവൻ്റെ 100 വർഷം ഡാറ്റയും കൂടെ കയറ്റും. അവൻ്റെ മകന് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും 200 വർഷത്തെ ഡാറ്റ വെച്ചിട്ട് പറയാൻ പറ്റും എക്ലിപ്സ് ഇന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഗ്രഹണങ്ങളെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതീയ ഋഷിമാർ കണ്ടെത്തിയ ഏറ്റവും വലിയ ടെക്നോളജിയാണ് സെലസ്റ്റിയൽ നോഡ് പോയിന്റുകൾ എന്ന് പറയും, ലൂണാർ നോഡുകൾ എന്ന് പറയും, രാഹുവും കേതു. ഈ രാഹുവും കേതു അങ്ങനെ ഉണ്ടായതാണ്. അതിലെ പുരാണ കഥയൊക്കെ പിന്നെ വരണതാണ്. അതായത് ഭൂമിയുടെ ചന്ദ്രൻ്റെ ഓർബിറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് ലൂണാർ നോഡുകൾ ശരിക്കും. അത്ര ഇപ്പോൾ നമുക്ക് ഒരു സാധാരണക്കാരന് അതിന് കൂടുതൽ നമ്മൾ പറഞ്ഞ കൺഫ്യൂഷൻ ആവും. അത് അന്യോന്യം, അത് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ ചുറ്റും കറങ്ങണം, അതിൻ്റെ ഇൻ്റർസെക്റ്റിങ്, അതിൻ്റെ വടക്കേ നോട് രാഹു, തെക്കേ നോട് കേതു, ആ പോയിന്റ്. ഈ പോയിന്റുകളെ കുറിച്ചുള്ള അറിവ് അവർ അന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ? നൂറ്റാണ്ടുകളുടെ ഒബ്സർവേഷൻ കൊണ്ട് അവരത് റിഫൈൻ ചെയ്തിട്ടെടുത്തു. അത് വേദങ്ങളിലൊക്കെ തന്നെ മന്ത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവർ ആ റിഫൈൻ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ട്. കാലങ്ങളായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അരിസ്റ്റോട്ടിൽ ഭൂമി ഉരുണ്ടാണെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴണത് ഞാൻ കണ്ടു, അത് വട്ടത്തിലാണ്. സിമ്പിൾ, എന്താ പറയുക, നമ്മൾ എക്സ്പ്ലനേഷനാണത്. അരിസ്റ്റോട്ടിലിനും എത്രയോ കാലം മുമ്പേ ഭാരതീയർക്ക് എക്ലിപ്സുകളെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ആ മെത്തേഡിൻ്റെ പേരാണ് ഈ ലൂണാർ നോട്ട്സ്. അതാണ് ഈ രാഹുകേതു സിദ്ധാന്തം. അപ്പോൾ രാഹു വിഴുങ്ങി കേതു വിഴുങ്ങി എന്നൊക്കെ നമ്മൾ സാന്ധ്യഭാഷയിൽ സമാധി ഭാഷയിൽ പറയണമെന്ന് മാത്രം ഈ സിസ്റ്റം കണ്ടുപിടിച്ചത്. എല്ലാ എക്ലിപ്സുകളും ഈ ഇപ്പോൾ മോഡേൺ ആസ്ട്രോണമിയിൽ സാരോ സൈക്കിൾസ് എന്ന് പറയും, പ്രെഡിക്റ്റീവ് സൈക്കിൾസാണ്. ഇത്ര സമയത്ത് എക്ലിപ്സ് നടന്നിരിക്കുന്ന ഇന്ന് മോഡേൺ സയൻസിനും പറയാൻ പറ്റും. ഈ സാരോ സൈക്കിൾസിനെ നമ്മുടെ മോഡേൺ സയൻസ് മനസ്സിലാക്കിയത് ടെലിസ്കോപ്പുകൾ വന്നതിന് ശേഷം, ഗലീലിയോനൊക്കെ ശേഷമാണ്. പക്ഷേ അല്ലെങ്കിൽ ഇങ്ങനെ ചിട്ടയായിട്ട് പറയാൻ പറ്റും. അതാത് സ്ഥലത്ത് ഇൻഡിജിനസ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയണം. പക്ഷേ ഇന്ന് മോഡേൺ സിസ്റ്റങ്ങളിൽ ഈ ടെലിസ്കോപ്പൊക്കെ വരണേനൊക്കെ എത്രയോ കാലം മുന്നേ ഈ രാഹു കേതു നോഡ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള വിദ്യ നമ്മുടെ ഋഷിമാർ മാസ്റ്റർ ചെയ്തിരുന്നു. ആ സിസ്റ്റം തന്നെയാണ് ഇന്നും പഞ്ചാംഗങ്ങൾ ഫോളോ ചെയ്യുന്നത്. അവിടെ ടെലിസ്കോപ്പ് ഡാറ്റ അല്ല, ഹബിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൗണ്ട് പലോമറിലുള്ള ടെലിസ്കോപ്പ് ഒന്നും വെച്ചിട്ടല്ല കണ്ടുപിടിക്കുന്നത്. ആ പാറ്റേൺസ് കറക്റ്റാണ്. പക്ഷെ ആ പാറ്റേൺസ് അന്നത്തെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുകൾക്കും മറ്റും അനുസരിച്ചായിരുന്നു. അതുകൊണ്ടാണ് കാലികമായിട്ട് പഞ്ചാംഗം പരിഷ്കരിക്കേണ്ട ആവശ്യം വരുന്നത്. എന്നാലും ലൂണാർ നോഡുകൾ ഒരു പരിധിവരെ തെറ്റിക്കാതെ കൊണ്ടുപോകേണ്ട ഇന്നും കൃത്യമായിട്ട് എക്ലിപ്സ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഏത് സ്ഥലത്ത് നമ്മൾ പറയില്ല, ഇപ്പം അമേരിക്കയിൽ ദർശിക്കാം, ഭാരതത്തിൽ പൂർണ്ണമായിട്ട് കാണില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത്ര പോലും കൃത്യമായിട്ട് കണ്ടെത്താൻ അവർക്കന്ന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ചേർത്തിട്ട് ഈ പഞ്ചാംഗത്തിൽ നമ്മുടെ ഈ പ്ലാനറ്ററി ലോഞ്ചിറ്റ്യൂഡ്സിൽ എപ്പോഴും ഒരു വ്യത്യാസങ്ങൾ
ഉണ്ട്. പക്ഷെ ഇന്നത്തെ ഇത് നോക്കുമ്പോൾ ഈ time&date.com പോലത്തെ വെബ്സൈറ്റുകൾ, മോഡേൺ വെബ്സൈറ്റ്സുകൾ എടുക്കുന്ന അതിൻ്റെ ഡേറ്റ എടുക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി സാറ്റലൈറ്റ് പൊസിഷൻസ് വെച്ചാണ്. അപ്പോൾ പ്രിസൈസ് ആണ് അവർക്ക് ഈ ഡേറ്റ കിട്ടുന്നത്. അപ്പം ഇപ്പം ഈ ആസ്ട്രോളജി, നമുക്ക് ജ്യോതിഷം നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ചാംഗം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഇത് തെറ്റിപ്പോയില്ലേ, കാൽക്കുലേഷൻസ് വെച്ച് നോക്കുമ്പോൾ തെറ്റിപ്പോയില്ലേ? അത് ഒരു റിസ്ക് ഫാക്ടർ അല്ലേ ശരിക്കും? റിസ്ക് ഫാക്ടർ ആണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. മോഡേൺ സയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഈവെന്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും. ഈവെന്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിലെ രസം എന്താ വെച്ചാൽ ഇത് രണ്ടും ഉപയോഗിക്കുന്ന 2 ടൂൾസാണ്, സെറ്റ് ഓഫ് ടൂൾസാണ്. സിമ്പിൾ സംഭവം പറഞ്ഞുതരാം. ഏറ്റവും ലളിതമാക്കി പറയാൻ ശ്രമിക്കുകയാണ്. സിഡേറിയൽ സോഡിയാക്ക് എന്ന് പറയും. സിഡേറിയൽ സോഡിയാക്കാണ് നമ്മൾ പഞ്ചാംഗം ഉപയോഗിക്കുന്നത്. സയൻസ് ഉപയോഗിക്കുന്നത് ട്രോപ്പിക്കൽ സോഡിയാക്ക്. ഈ സിഡേറിയൽ സോഡിയാക്ക് വിത്ത് അയനാംശമാണ് പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനം. സാധാരണക്കാർക്ക് അത് ഗ്രീക്കും ലാറ്റിനും ആയിരിക്കും, ഒരു പിടുത്തം കിട്ടില്ല അത് എന്താ സാധനം. ജ്യോതിഷർക്ക് അറിയും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. രണ്ട് മെത്തഡാണ് യൂസ് ചെയ്യണം. പക്ഷെ അതുകൊണ്ട് തന്നെ ഈവന്റിന്റെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരും. പക്ഷെ അതിന്റെ റിസൾട്ടിനെ പ്രൊഡിക്റ്റ് ചെയ്യണേൽ എപ്പോഴും പഞ്ചാംഗമായിരിക്കും മേൽക്കൈ നിൽക്കുക. മറ്റേ റിസൾട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ട്രോപ്പിക്കൽ അസ്ട്രോണമി അല്ല ഉപയോഗിക്കുന്നത്, സിഡേറിയൽ അസ്ട്രോണമി. ആ ഒരു വ്യത്യാസമുണ്ട്. അത് പ്യുവർലി എന്താ പറയുക, ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലെന്താ ഇതേ കറിയല്ലേ ഞാനും ഉണ്ടാക്കണത്, എനിക്കെന്താ ആ ടേസ്റ്റ് കിട്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയും ഞാൻ ഉപയോഗിക്കുന്ന തീയുടെ ചൂട്, വെക്കുന്ന ഫ്ലെയിമിൻ്റെത്, കുക്കിങ്ങിൻ്റെ ടൈം, ഉപയോഗിക്കുന്ന കറിയുടെ ആ പൊടിയുടെ വ്യത്യാസം, പിന്നെ എൻ്റെ കൈപ്പുണ്യം, ഈ പറഞ്ഞ മാതിരി സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഒരു കറി നന്നായിട്ടാവണത്. അത് ഇവിടെ ഉണ്ടാക്കുന്നത് 2 കൂട്ടർ ഒരേ കറി ഉണ്ടാക്കണം തത്വത്തിൽ, പക്ഷെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഉപയോഗിക്കുന്ന എന്താണോ ഡിപ്ലോയ് ചെയ്യണം അതിൽ വരുന്ന വ്യത്യാസമാണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം, വ്യത്യാസം വരണം. അതുകൊണ്ടാണ് ഈ ഇത് വരുന്നത്. റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ റിസ്ക് ഫാക്ടർ വരണമെന്ന് വെച്ചാൽ ഈ പഞ്ചാംഗം പരിഷ്കരിക്കാനായിട്ടാ. പഞ്ചാംഗം പരിഷ്കരിച്ചാൽ പഞ്ചാംഗത്തിന്റെ ബേസ് പ്രിൻസിപ്പിൾസ് കറക്റ്റാണ്. നമ്മുടെ പ്രശ്നമാണ് നമ്മളെപ്പോഴും ഒരു ഒരു വണ്ടിയെ കണ്ടീഷനാക്കി നിർത്തണം, സർവീസ് ചെയ്ത് നിർത്തണം. ഒരു മെഷറിംഗ് സ്കെയിൽ ആണെങ്കിലും അതിനെ സർവീസ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള മെഷറാണ് കാണിക്കുക. അതിന് മെഷീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ പുറകിലുള്ള സിസ്റ്റത്തിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കുഴപ്പമാണ്. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡേൺ സയൻസ് ആസ്ട്രോണമി പ്രൊഡിക്റ്റ് ചെയ്യണ പോലെ അത് കറക്റ്റായി പ്രൊഡിക്റ്റ് ചെയ്യുന്നു മാത്രമല്ല, അതിനേക്കാളും ഒരു പ്ലസ് ഒരു സാധനം കൂടെ ഉണ്ട്. ആ റിസൾട്ട്സ് എന്തായിരിക്കും എന്നുള്ളതും കൂടെ അതിന് പറയാൻ സാധിക്കും. ഫോർ ആൻ ആവറേജ് ഹ്യൂമൻ ബീങ് ഹൗ എ സെലസ്റ്റിയൽ ഈവന്റ് എഫക്ട്സ് എന്നുള്ളത് മോഡേൺ സയൻസിന് പറയാറില്ല. അവർക്ക് നമ്മളെ പേടിപ്പിക്കാം. ഇത്ര മണിക്ക് ഒരു ഉൽക്ക വന്നിട്ട് തിരുവനന്തപുരത്തോ എറണാകുളത്തോ പാലക്കാട്ടോ കോഴിക്കോടോ വന്ന് വീഴുന്നു പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കാൻ അറിയാം. അത് വീഴുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല. അസ്ട്രോളജി പറയും നിങ്ങൾ മിസൈൽ വെച്ച് അടിച്ചാൽ അത് ചിലപ്പോൾ വഴുക്കിയിട്ട് വന്ന് വീഴും, ഇത്ര പേര് മരിക്കും, ഇത്ര പേര് ഡിസ്പ്ലേസ്ഡ് ആവും, ഇത്ര വർഷം കഴിഞ്ഞാലേ അതിന്റെ ദുരന്തത്തിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ശാസ്താംകോട്ട കായൽ ഒരു മീറ്റിയോർ ഷവർ ഉണ്ടായിട്ടുള്ളതാ. സയൻസിന് ഏകദേശം കണക്കേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ശാസ്താംകോട്ട കായലിന്റെ ആ ഫോർമേഷൻ ചിലപ്പോൾ ജ്യോതിഷം കൊണ്ട് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടി ഏത് സമയത്താണ് ഉണ്ടായതെന്ന് അറിയാൻ പറ്റും. ഒരു ഉത്തമനായിട്ടുള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു ജ്യോതിഷിക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൈവികോ അല്ലെങ്കിൽ കുറേ കല്യാണത്തിന് മുഹൂർത്തം നോക്കാനോ ഉത്സവത്തിന് കലശത്തിന് സമയം കുറിക്കാനോ മാത്രമൊന്നുമില്ല, എന്തിനും അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്, അദ്ദേഹം അയ്യപ്പസ്വാമിയുടെ ജാതകം കാൽക്കുലേറ്റ് ചെയ്തു. അത് ശബരിമലയിൽ സമാധി അടഞ്ഞ പന്തളത്തെ രാജകുമാരനായിരുന്ന മനുഷ്യനായിരുന്ന ഒരാൾ ഉണ്ട്. ആ ആളുടെ ജാതകം അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. ആ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടുകേൾവിയുള്ള 99.9% കാര്യങ്ങൾ സത്യമാണ്. കഥയാണെന്ന് പറയുന്നതെല്ലാം എക്സാക്ട്ലി 13th സെഞ്ചുറിയുടെ സെൻട്രൽ ഹാഫിൽ 1250 ജനിച്ച
ജനുവരി മാസം 2-ാം തീയതി പുലർച്ചെ 3:50 ജനിച്ച ഒരാളാണത്. അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണു അദ്ദേഹം. അപ്പം എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ, അത് വെറുതൊരു രസത്തിന് വേണ്ടി ഒരു അക്കാഡമിക് പർപ്പസിന് ചെയ്യുകയാണെങ്കിൽ പോലും അത് ചെയ്യാൻ സാധിച്ചില്ലേ? കറക്റ്റ്. അതെ. അതെങ്ങനെയാണ് സാധിച്ചത്? അത് ഈ ശാസ്ത്രത്തിൻ്റെ ശക്തിയാണ്. ഉം. അപ്പം അതിനൊരു പഞ്ചാംഗമുണ്ട്. അതെ. 1250 ജനുവരി മാസം 2-ാം തീയതിത്തെ മലയാളം പഞ്ചാംഗം എടുക്കണം, ഉം, ഉം, അല്ലേ? ഉം. ഏത് പഞ്ചാംഗം ഫോളോ ചെയ്യണം വെച്ചാൽ, അതെ. സാൻസ്ക്രിറ്റ് ആണോ അതെ. വാട്ട് എവർ ഇറ്റ് അതെ. ഈസ്, അതെ. അന്നത്തെ സിഡേറിയൽ പൊസിഷൻസ് എടുത്ത് ആ സിഡേറിയൽ പൊസിഷൻസും അയനാംശവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്. അതിൻ്റെ വെച്ചിട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇത്രാമത്തെ വയസ്സിൽ സമാധിയായി ഉം, ആവാം. നോക്കുമ്പോൾ ഇതാ ഒരു 17-18 വയസ്സിൽ സമാധിയായി ഉണ്ടാവും. ഉം, അദ്ദേഹം വാരിയർ ആയിരുന്നു. ഉം. നോക്കൂ, വേറെ എന്തൊക്കെ, ഇതൊക്കെ നമുക്കൊരു മോഡേൺ അസ്ട്രോണമിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റില്ല. അതെ. കറക്റ്റ്. അതെ. ഒരു സമയത്ത് ഇന്നൊരു കുട്ടി ജനിക്കുന്നു പോലും പറഞ്ഞു തരാൻ അതിനറിയില്ല. ഉം, അതിന് അന്യഗ്രഹത്തിൽ നിന്ന് സിഗ്നൽ വരുന്നുണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് സിഗ്നൽ അയക്കണോ, ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഇതൊക്കെയാണ് നമ്മൾ അസ്ട്രോണമി നമുക്ക് ഉപകാരപ്പെടുന്ന ഘടകം എന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാർക്കും മറ്റു പല വെതർ സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ട ഉം. സ്ഥലങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അത് കൂടുതലും ഹെൽപ്പിലേക്ക് വരുന്നത്. മെട്രോളജി ആയിട്ടും കൂടെ ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോസ്മിക് ഈവൻറ്റ് നമുക്ക് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുമ്പോൾ, അതല്ലാണ്ട് ബാക്കി മുഴുവൻ അത് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ അല്ലാത്ത വേറെ ലോകങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നമുക്കാർക്കും ഒരു ഗുണമില്ല. ഗുണമില്ലാതെ. അതെ. പഞ്ചാംഗം അഥവാ ജ്യോതിഷം എന്താ വെച്ചാൽ ആ ലോകങ്ങളെ കൊണ്ട് നമുക്കെന്താ ഗുണം എന്നും നമുക്കെന്താ കോട്ടെന്നും പഠിക്കാൻ പറയാൻ അത് പഠിച്ചു. അത് എന്നിട്ട് അതിന് വേണ്ട വിദ്യകൾ പറഞ്ഞു തന്നു. റൈറ്റ്, റൈറ്റ്. അതാ ചെയ്തത്. ശരി. ഇപ്പം ശരത്തേട്ടനിപ്പം ആ. പഞ്ചാംഗം എന്താണ്, ആ. അത് ആസ്ട്രോളജി ആയിട്ട് എങ്ങനെയാണ് അതിനെ ഈക്വലി പാർട്ട്ണർ ചെയ്ത് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഈ 2 ടൂളും എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഉവ്വ്. ഇതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ്സ് പറഞ്ഞു. ഉവ്വ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പഞ്ചാംഗത്തിൻ്റെ 5 അംഗങ്ങളെ കുറിച്ച് ശരത്തേട്ടൻ ആദ്യം പറഞ്ഞായിരുന്നു. അത് എന്താണെന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഞാനത് കുറച്ച് എന്താ പറയുക, ഞാൻ പറഞ്ഞ ടെക്നിക്കൽ അല്ലാതെ നമുക്ക് 2 തരത്തിൽ, ഒന്നൊരു എന്താ പറയുക, ഒരു പ്രോപ്പർ ഡെഫിനിഷൻ മാതിരി, പിന്നെ ഞാനൊന്ന് നമ്മളെ എങ്ങനെ അത് നമുക്കതെന്താണ് എന്നുള്ള രീതിയിലും ഒന്ന് പറയാൻ ശ്രമിക്കാം. ആദ്യം തിഥി, മറ്റേ വാരം, അതേമാതിരി തന്നെ നക്ഷത്രം, യോഗം, കരണം. ഇത്രയാണ് നമുക്ക് 5 എണ്ണം വരണം. അതിൽ തിഥി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ വെച്ചാൽ ചന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് സകലത് നിൽക്കുന്നത്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. ചന്ദ്രൻ 15 ദിവസം കൊണ്ട് വളരണു, 15 ദിവസം കൊണ്ട് ക്ഷയിക്കണു. ഇത് എങ്ങനെ നമ്മളെ ബാധിക്കണു എന്നുള്ളത് എവിടെയാണ് നമ്മൾ ആദ്യം ഇമോഷണലിയാണ് നമ്മളെ ആദ്യം ബാധിക്കുന്നത്, വൈകാരികമായിട്ട്. ചന്ദ്രൻ നമ്മളെ ഇമോഷണലി ബാധിക്കുന്നതിൻ്റെ വൃദ്ധിയും ക്ഷയവുമാണ് വാസ്തവത്തിൽ അതിൻ്റെ കണക്കാ തിഥി. ഇമോഷണൽ പൾസ് ഓഫ് മൂണാണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് വാക്സിങ് ആൻഡ് വെയിനിങ്. ചന്ദ്രനൊരു ഇമോഷണൽ പൾസ് ഉണ്ട്. ഈ ചന്ദ്രൻ പ്രപഞ്ച മനസ്സാണെന്നാണ്. പുരുഷ സൂക്തം പറഞ്ഞു, ചന്ദ്രമാ മനസ്സോ ജായതാം, ചന്ദ്രനിൽ നിന്ന് മനസ്സുണ്ടായി. ചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്ത്രീകളുടെ പീരീഡ് സൈക്കിള്. മൃഗങ്ങളുടെ പോലും എന്താ പറയുക, മെൻ്റൽ കപ്പാസിറ്റീസ്. ഭ്രാന്തുള്ളവർക്കൊക്കെ പൗർണമിക്ക് ഇളകും എന്ന് പറയും. പൗർണമിക്ക് കൂടുതൽ ഇളകും. അമാവാസിക്കും പൗർണമിക്കും അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. വേലിയേറ്റങ്ങൾ. ഇപ്പം ഭൂമിയുടെ പോലും വികാര വിചാരങ്ങൾ ആയിട്ടാണ് നമുക്ക് വേലിയേറ്റം ഇറക്കുക. എൻ്റെ മനസ്സിലൊരു വേലിയേറ്റം ഉണ്ടായി എന്നാണ് നമ്മൾ പറയുക, അല്ലേ? ആഹ്ലാദത്തിൻ്റെ വേലിയേറ്റം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ എല്ലാ ഇമോഷനെ കണക്ട് ചെയ്തിട്ടാ. ഭൂമിക്ക് ഇമോഷനുണ്ട്, പ്രദേശങ്ങൾക്ക് ഇമോഷനുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രദേശത്ത് കൊടുങ്കാറ്റും മഴയും രൗദ്രഭാവം വരുമ്പോൾ വേറൊരു സ്ഥലത്ത് പ്രശാന്തമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ചന്ദ്രനെ കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രൻ്റെ നമ്മൾ മോഡേൺ സയൻസിൻ്റെ ഇതിൽ പറഞ്ഞ ചന്ദ്രൻ്റെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ സ്വഭാവം. ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഉപഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവൻ ഇല്ല. സൂര്യൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ചന്ദ്രനുണ്ട്. ചന്ദ്രൻ്റെ രശ്മികൾക്കും ശക്തിയുണ്ട്. ചന്ദ്രരശ്മികൾക്ക് സൂര്യരശ്മിയെക്കാട്ടിലും തീവ്രത കൂടും. നിലാവത്ത് കളറുള്ള ഒരു തുണി ഉണക്കാനിട്ടാൽ സൂര്യവെളിച്ചത്തിൽ നരച്ചു പോണേക്കാട്ടിലും വേഗത്തിൽ ഉണങ്ങും, നരച്ചു പോവും, കളർ ഫെയ്ഡാവും. നിലാവത്ത് ഒരിക്കലും തുണി തോരിയിടരുത് പറയും പണ്ട്.
ഓക്കെ. ഇതാരും ചിന്തിക്കാറില്ല. അത് തണുത്ത രശ്മികളാ. അപ്പോൾ ചന്ദ്രൻ അത്ര ഇൻഫ്ലുവൻഷ്യലാണ്. ചന്ദ്രൻ നമ്മുടെ ഇമോഷൻസിനെ മുഴുവൻ ഗവേൺ ചെയ്യുന്നുണ്ട്. കാമുകനും കാമുകിയും ചന്ദ്രനെ നോക്കിയിട്ടാണ് സന്തോഷിക്കുന്നത്, ചന്ദ്രനെ നോക്കിയിട്ടാണ് ദുഃഖിക്കുന്നത്. പോയറ്റിക്കാവും. പോയട്രിയിൽ പോലും വരുന്നു അല്ലേ? പോയട്രി പറഞ്ഞ ഇമോഷനാണ്. അപ്പോൾ ഇമോഷണൽ പൾസാണ് പ്രപഞ്ചത്തിൻ്റെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൻ്റെ, ഞാൻ പറഞ്ഞ എൻറ്റയർ യൂണിവേഴ്സ്, കോസ്മോസ് അല്ല, ഭൂമിയിലിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വേൾഡ് വ്യൂവിൽ അവൻ്റെ മെൻ്റൽ പൾസിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ടാണ് തിഥി എന്ന് പറഞ്ഞാൽ എനി ഗിവൺ മൊമെൻറ്റിലെ ചന്ദ്രൻ്റെ ഇമോഷണൽ പൾസാണ്. ചന്ദ്രൻ്റെ ഇമോഷണൽ പൾസാണ് തിഥി എന്ന് എന്താ പറയുക പറയുന്നത്. നാച്ചുറലി ആ ഇമോഷണൽ പൾസ് അനുസരിച്ചിട്ടാണ് വളർച്ച, തളർച്ച, നിലനിൽപ്പ് ഇതൊക്കെ വരുന്നത്. നമ്മുടെ മനസ്സ് ഉത്സാഹമായിരിക്കുന്നത് അമാവാസിക്കാണ് ഏറ്റവും ഡെഡാവുക. അമാവാസിയിൽ ജനിച്ചിട്ടുള്ള കുട്ടികൾ, ഗ്രഹണ സമയത്ത് ജനിച്ചിട്ടുള്ള കുട്ടികൾ, ഗ്രഹണം എപ്പോഴും അമാവാസിക്കോ പൗർണമിക്കുമാണ്, ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് മനോബലം കുറവായിരിക്കും പറയും, ചന്ദ്രബലം കുറഞ്ഞിരിക്കുക പറയും ജാതകത്തിൽ. ചന്ദ്രൻ 3 ആസ്പെക്റ്റാണ് ജാതകത്തിൽ കൊണ്ടുവരുന്നത്: അമ്മ, ഭാഗ്യം, മനസ്സ്. ഇത് 3ഉം ചന്ദ്രനാണ് എപ്പോഴും. ഇതിലും കൂടുതലുണ്ട്. മൂർത്തികളിൽ ദുർഗയാണ് ചന്ദ്രന്. ദുർഗയെ ആരാധിക്കുമ്പോൾ ചന്ദ്രൻ ബലപ്പെടും എന്നാ പറയുക. അമാവാസിക്ക് ജനിച്ചിട്ടുള്ളവർ കാളിഭാവത്തിൽ ആരാധിക്കണം. കാളി ഇരുട്ടാ, ചന്ദ്രബലം കൂട്ടാൻ. പൗർണമിക്ക് ജനിച്ചവൻ ദുർഗയെ തന്നെ ആരാധിക്കണം. പൊതുവിൽ ദുർഗയാണ് നല്ലത്. ഇങ്ങനെയൊക്കെ കുറേ റൂൾസ് പറയും. അപ്പം ചന്ദ്രൻ അത്രയും നമ്മുടെ ഇമോഷണൽ കോഷ്യൻ്റാണ്. ചന്ദ്രൻ്റെ ഇമോഷൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഋഷിമാർ കണ്ടുപിടിച്ച വിദ്യയാണ് തിഥി. ഇപ്പം പിടികിട്ടിയോ? അതുകൊണ്ട് ആ ഏത് തിഥി ജനിച്ചു എന്നുള്ള അനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മെൻ്റൽ മേക്കപ്പിന് വലിയൊരു സാധ്യതയുണ്ട്. അത് കൂടാണ്ട് ദൈനംദിന ജീവിതത്തിൽ അന്നന്നത്തെ തിഥിക്ക് അനുസരിച്ചിട്ടൊരു മെൻ്റൽ മേക്കപ്പ് ഉണ്ട്. ഈ ഇപ്പോഴത്തെ മെൻ്റൽ മേക്കപ്പ് നമ്മുടെ ഒറിജിൻ മെൻ്റൽ മേക്കപ്പിൻ്റെ അനുസരിച്ചിട്ടാണ് നിൽക്കുക. അന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത്തിരി മോശമാണെങ്കിൽ നമ്മൾ ബലത്തിൽ നിൽക്കും. അന്ന് വളരെ മോശമാണെങ്കിൽ ഇന്ന് എത്ര സ്ട്രോങ് ആണെങ്കിലും എപ്പോഴും മനസ്സ് വീണിരിക്കും. മനസ്സിലായി? തിഥിയുടെ കണക്കാണ്. ഈ തിഥിക്കൊക്കെ തിഥി നിത്യകൾ എന്ന് പറഞ്ഞ ദേവതകളുണ്ട്. എല്ലാ അമ്മയുടെ രൂപങ്ങളാണ്. ആ തിഥിനിത്യ ദേവതകളെ ഉപാസിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഓരോ ആസ്പെക്റ്റാണ്. ഏത് ആസ്പെക്റ്റാണ് വീക്കായിട്ടുള്ളത് ആ ആസ്പെക്റ്റ് കയറും. ഓരോരുത്തർക്കും തിഥിനിത്യ ദേവതയുണ്ട്. അശോകനുണ്ടാവും, നമ്മുടെ പരിചയത്തിലുള്ള ഏത് മനുഷ്യനും ഏത് ജീവിക്കും തിഥിനിത്യ ദേവതയുണ്ട്. സത്യത്തിൽ നമ്മളെ അമ്പലങ്ങളിൽ പോണേക്കാട്ടിലും മറ്റ് എവിടെ പോണേക്കാട്ടിലും മനഃശാന്തി കിട്ടും തിഥിനിത്യ ദേവത ഉപാസിച്ച. ഇത് ആർക്കും അറിയില്ല. അതാണ് പ്രശ്നം. കാരണം ആ ദേവത നമ്മുടെ മനസ്സിൻ്റെ ലോർഡ്ഷിപ്പ് അതിനാണ്. കാരണം ഇൻ കണക്ഷൻ വിത്ത് മൂൺ. അപ്പം മൂണിൻ്റെ അംശം, ചന്ദ്രൻ്റെ ഏതൊരു അംശമാണോ നമ്മൾ ഡെഫിഷ്യൻ്റ് ആയിട്ടിരിക്കുന്നത് അതിനെ അതവിടെ കറക്റ്റ് ചെയ്ത് തരും. അതാണ് ഈ തിഥിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. തിഥിയാണ് ശരിക്ക് പിറന്നാളിന് നോക്കേണ്ടത്. കേരളത്തിലാണ് നക്ഷത്ര പിറന്നാൾ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം. ജന്മാഷ്ടമി എന്നാ പറയുക നോർത്തില്. അഷ്ടമി രോഹിണി എന്ന് പറയില്ല. രോഹിണി വിഷയമല്ല അവർക്ക്. വിനായക ചതുർത്ഥിയാണ്, തിഥിയാ. വിനായക ചതുർത്ഥി ചതുർത്ഥി വളരെ അപകടം പിടിച്ചൊരു തിഥിയാണ്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം മൂലാധാരമായിട്ടുള്ള ഗ്രൗണ്ടിങ് പോണ സമയം. ഗ്രൗണ്ടിങ്, മനുഷ്യന്റെ ഗ്രൗണ്ടിങ് മൂലാധാരമാണ്, ഭൂമിതത്വമാണ്. ആണ് ഗണപതിയെ പ്രാർത്ഥിക്കുന്ന ആ ദിവസം. ഗണപതി ഗ്രൗണ്ടിങ്ങിന്റെ ദേവനാ. ഒടും പറഞ്ഞിട്ട് ഇരിക്കുകയല്ലേ, അന്നങ്ങാണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ അൺഇമോഷണലാണ്, പ്യുവർ ഇൻ്റലിജൻസ് ആണ്, ശുദ്ധബുദ്ധിയാണ്, വികാരങ്ങളില്ല. പ്യുവർ ഇൻ്റലിജൻസോട് കൂടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോഴേ അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോഴേ കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറഞ്ഞ വാക്ക്, ആ വാചകത്തിന് അർത്ഥം വരുള്ളൂ. ചതുർത്ഥി ദിവസം ഏറ്റവും കൂടുതൽ മനസ്സളകണ ദിവസമാണ്, ഗ്രൗണ്ടിങ് പോണ ദിവസമാണ്. അതുകൊണ്ടാണ് അന്ന് ഗണപതി ഉപാസിക്കുന്നത്. അന്ന് ചന്ദ്രനെ കാണരുതെന്നാണ്. അത് അന്ന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കരുത് എന്നർത്ഥം. അന്നത്തെ ദിവസം പ്രേമിക്കാൻ പോകരുത്, മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ ചെയ്യരുത്, മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിനെ സുഖിപ്പിക്കേണ്ട ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് വാസ്തവത്തിൽ ചന്ദ്രനെ കാണരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ചന്ദ്രനെ കണ്ടുകൊണ്ട് തലകുത്തി വീഴുന്നല്ല. അതിനൊരു കോസ്മിക് സിമ്പിൾ അവിടെ കൊടുത്തിരിക്കണമെന്ന് മാത്രം.
അന്ന് പ്യുവർ ഇന്റലക്റ്റിനെ ഉപാസിക്കേണ്ട ദിവസമാണ്. യു ഷുഡ് നോട്ട് ബി വർഷിപ്പിംഗ് യുവർ ഇമോഷണൽ സൈഡ്. അറ്റ്ലീസ്റ്റ് വൺ ഡേ, വൺസ് ഇൻ എൻ ഇയർ, സ്റ്റേ ഇൻ യുവർ പ്യുവർ ഇന്റലക്ട്. അതേ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത് മനസ്സിലാക്കിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തിഥി ഒരു വമ്പൻ ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തിഥി. കാരണം ഞാൻ തിഥി വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് പലപ്പോഴും പല ആൾക്കാരുടെ ആക്ച്വലി ഇവർ ആരാന്ന് മനസ്സിലാവാറ്. നക്ഷത്രം കൊണ്ട് കിട്ടാറില്ല. ഇവരുടെ മെയ്ക്ക് എന്താണെന്ന് അറിയാൻ തിഥി കാണണം. ഇവരുടെ മെയ്ക്ക് എന്താണെന്നറിയാൻ, ഇവരൊരു ഗിവൺ ടൈമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നറിയാൻ നക്ഷത്രം നോക്കണം. അതിനാണ് നക്ഷത്രം. അത് കൂടുതൽ പ്രാക്ടിക്കൽ. അതിന് മുമ്പ് നമുക്കൊരു സാധനം വരാനുണ്ട്. വാരം പറഞ്ഞിട്ടില്ല. വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസത്തിനും ഒരു ഗ്രഹത്തിന്റെ ആധിപത്യമുണ്ട്. പ്ലാനറ്ററി ലോർഡ്ഷിപ്പ് എന്ന് പറയും. ഉദിക്കുന്ന സമയമാണ് ശരിക്കും ദിവസത്തിന്റെ ആരംഭം. ഭാരതീയ രീതി അതാണ്. നമ്മൾ ഇന്ന് രാത്രി 12 മണിയാണെന്ന് പറയും. അതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലം ഭാരതത്തിൽ പ്രഭാതമാവുന്ന സമയത്ത് അവിടെ 12 മണി. ഇന്നും ഭാരതത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ലോകത്തിന്റെ സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. പഴയ ഉജ്ജയിൻ മെറിഡിയനായിരുന്നു. ഉജ്ജയിനി കൂടെയാണ് പണ്ടത്തെ സെൻട്രൽ മെറിഡിയൻ നിശ്ചയിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് ഗ്രീൻവിച്ച് ആക്കിയപ്പോ അവർക്ക് അവിടെ ഉദയത്തിന് തുടങ്ങാൻ പറ്റില്ല. പഞ്ചാംഗം പൊളിഞ്ഞു പോകും. പണ്ടും യൂറോപ്പിനും പഞ്ചാംഗം ഉണ്ടായിരുന്നു. എല്ലാവർക്കും പഞ്ചാംഗങ്ങൾ ഉണ്ടായിരുന്നു. അൽമനാക് എന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ. ഈ അൽമനാക് എന്താ ഇതാണ്. അപ്പോ അവര് പോലും പുറമേക്ക് രാത്രി 12 മണിക്കാണ് ദിവസം തുടങ്ങണമെന്ന് അവർ നിശ്ചയിച്ചാലും ആ സമയത്ത് ഭാരതത്തിൽ ഉദയ 5.30 hours ഇപ്പുറത്താണ്. ഉദയത്തിലേക്ക് എത്തുന്ന സമയമാണ് ആ നേരത്ത്. 5.5 മണിക്കൂറിന് പ്ലസ് 5.3 ആണ് നമ്മുടെ GMT നമുക്ക് കിട്ടുന്ന ഇത്. അതുകൊണ്ട് ഇന്നും ഉദയത്തിൽ തന്നെ തുടങ്ങി ഉദയത്തിലാണ് അവസാനിക്കണത്. പണ്ടൊരു ദിവസം അവസാനിക്കണമെങ്കിൽ പിറ്റേന്ന് ഉദയമാവണം. രാത്രി 12 മണി കഴിഞ്ഞാൽ ദിവസം മാറില്ല. പഴയ ജാതകങ്ങളിലൊക്കെ അങ്ങനെയാണ് ഡേറ്റ് എഴുതിയിട്ടുണ്ടാവുക. നോക്കിയിട്ടുണ്ടോ? മലയാളം തീയതി മാറില്ല, ഇംഗ്ലീഷ് തീയതി മാറുള്ളൂ. പുലർച്ചെയാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ 3 മണിക്കൊക്കെ ജനിച്ചിട്ടുള്ളവർക്ക് ഇംഗ്ലീഷ് തീയതി മാറുള്ളൂ. മലയാളം തീയതി മാറില്ല. ഇതിന്റെ കാരണം ഇതാണ്. അങ്ങനെ അത് തിരിച്ചറിയാണ്ട് ഈ പഴയ കാലത്തെ മഹാത്മാക്കൾ പലരുടെയും ജാതകം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് കുഴപ്പമായിട്ടുള്ളൂ. ഇപ്പം നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുള്ള ജാതകം ഞാൻ അവരുടെ ഫാമിലിയിലുള്ള ചിലവർ അന്ന് ആവശ്യപ്പെട്ട സമയത്ത്, എനിക്ക് വളരെ അടുപ്പമാണ് ആ ഫാമിലിയായിട്ട്. ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാതകം റീകാൽക്കുലേറ്റ് ചെയ്തു. ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആ ഡേറ്റ് ഡിസ്ക്രിപ്പൻസി ഒരു പരിധിവരെ നമുക്ക് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലായി. ഇതാണ് കാരണം. ഈ 12 മണിക്ക് ശേഷമുള്ള കളിയാണ്. ഡേറ്റ് മാറിയതായിട്ട് കണക്കാക്കി പിൽക്കാലത്ത് വന്നവർ ചിന്തിക്കുന്നില്ല. അവർ മലയാളം ഡേറ്റ് മാറിയതായിട്ട് ചിന്തിക്കുകയാണ് 12 മണിക്ക്. ഇന്ത്യൻ പഞ്ചാംഗങ്ങളൊക്കെ സൂര്യോദയത്തോട് കൂടിയിട്ട് അടുത്ത ദിവസത്തിലേക്ക് കയറുള്ളൂ. അതിനെ അഹസ് പകരുക എന്ന് പറയും. ഗുരുവായൂർ അഹസ് പകരുന്നത് 2:30 മണിക്കാണ്. 2:30 മണിക്ക് മുമ്പ് കുളിച്ചു കഴിഞ്ഞാൽ ആ തലേ ദിവസത്തെ കുളിയാവുള്ളൂ. അതുകൊണ്ടാണ് കേശാന്തിമാർ കാത്തിരിക്കും 2:30 മണി ആവാൻ വേണ്ടിയിട്ട്. രാക്കുളിക്കാരെന്ന് പറയും. കഴിഞ്ഞ അവർ ചാടി കുളിക്കും. എന്നിട്ടാ പായസം വയ്ക്കാൻ പോവുക. അപ്പം ഭഗവാന് 2:30 മണിക്കുള്ള ദിവസം തുടങ്ങുക. അഹസ് പകരുക എന്ന് പറയും. അത് ഓരോ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പണ്ട് എല്ലാവരുടെയും ദിവസം തുടങ്ങുന്നത് ഒരേ കണക്കിനായിരുന്നില്ല. സിസ്റ്റങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, അന്ന് ആർക്ക് യൂണിവേഴ്സലി തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കയിലിരിക്കുന്ന മകളെ ഇപ്പോൾ വിളിക്കാൻ പറ്റുമോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ നാട്ടിൽ, അവനവൻ്റെ ലോകത്തിൽ, അവനവൻ്റെ പ്രകൃതിയിൽ, അവനവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ, അവനവൻ പറയണ ഭാഷയിൽ, അവനവന് കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മതിയായിരുന്നു സമാധാനമായിട്ട്. അന്ന് ആ സ്ഥലത്തേക്കുള്ള സമയം നോക്കിയാൽ മതി. ലൈഫ് വാസ് സിമ്പിൾ. ഇപ്പൊ നമുക്ക് എല്ലാം ജനറലൈസ് ചെയ്ത് യൂണിവേഴ്സൽ ആസ്പെക്ട് വേണം. എന്നാൽ യൂണിവേഴ്സലി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്നൊക്കെ ഒന്നാണെന്ന്. അത് ആർക്കും വേണ്ടതാരും. ആ ബ്രഹ്മവിദ്യ ആർക്കും ആവശ്യമില്ല. അവർ ബാക്കിയുള്ളതിലൊക്കെ യൂണിവേഴ്സാലിറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലെത്തി. ഇപ്പം ഈ എന്താ പറയുക, വാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ഗ്രഹങ്ങളിൽ 7 ഗ്രഹങ്ങൾ പ്രധാന ഗ്രഹങ്ങൾ, ബാക്കി 2 ഷാഡോ ആണ്, നിഴല. ഞാൻ പറഞ്ഞു ലൂണർ നോഡുകളാണ്, രാഹുവും കേതു. ഈ സൂര്യൻ, എന്താ പറയുക, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഈ 7 ഗ്രഹങ്ങളുടെ ആധിപത്യം ഉദയസമയത്ത് ഏത് ഗ്രഹത്തിനാണോ ആധിപത്യം, പ്ലാനറ്ററി ലോർഡ്ഷിപ്പ് ഉള്ളത്, ആ പേരായിരിക്കും ആ ദിവസത്തിന്. സൂര്യൻ്റെ ആധിപത്യം ഉദയസമയത്ത് സൂര്യൻ്റെ ആധിപത്യം തന്നെ ഉള്ളപ്പോൾ, ആ ദിവസത്തിൽ ആധിപത്യം ഉള്ളപ്പോൾ സൂര്യൻ്റെ ഹോര നടക്കുക പറയും. ഹോരാച്ചാൽ ഒരു മുഹൂർത്തമാണ്, ഒരു ടൈമാണ്. നാഴിക 24 മിനിറ്റും മുഹൂർത്തം 48 മിനിറ്റുമാണ്. ഒരു മുഹൂർത്തം 48 മിനിറ്റാണ് മോഡേൺ മെട്രിക്സിൽ.
ആ ഒരു ടൈം അത് ഓൾമോസ്റ്റ് പക്ഷേ 1.5 മണിക്കൂറോളം വരും ഇത്. 2 മുഹൂർത്തകാലത്തോളം വരും ഇത്. ഈ ഒരു പീരീഡ് ടൈം വരുന്നത്. അത് പല പഞ്ചാംഗങ്ങൾ ഇപ്പോൾ ഗ്രീക്ക് സിസ്റ്റത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ സിസ്റ്റത്തിൽ ആ ഉദിക്കുന്ന സമയത്ത് ഏത് ഗ്രഹമാണ് ആധിപത്യം? സൂര്യനാണ് ആധിപത്യമാണെങ്കിൽ സൺഡേ. ഇന്നും യൂറോപ്പിൽ പോലുമാണ്. നമ്മൾ നാടൻ മലയാളത്തിൽ പഴയ തമിഴാണ് ഞായർ. ഞായർച്ച സൂര്യൻ എന്നർത്ഥം. അതെ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ പര്യായം പഠിക്കുമ്പോൾ രവി, അർക്കൻ, സൂര്യൻ, ഞായർ എന്ന് പറയും അല്ലേ? ഈ ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. അതുകൊണ്ട് ഞായറാഴ്ച. ചന്ദ്രൻ മൂൺ ഡേ, മൺഡേ. തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, തിങ്കളാഴ്ച. ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. ഈ ഹോര തന്നെ ഏകദേശം ഉച്ചയാകുമ്പോൾ വീണ്ടും അതേ ഗ്രഹത്തിന്റെ ആധിപത്യം വരും. മാറിക്കൊണ്ടിരിക്കും. ഈ 9 ഗ്രഹങ്ങളും സൈക്ലിക്കലായിട്ട് ഒരു ദിവസത്തിനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഉച്ചയാകുമ്പോൾ വീണ്ടും ഏകദേശം രാവിലെ ഉദയത്തിന്റെ ആള് വീണ്ടും വരും. അപ്പൊ രാവിലെ ഇപ്പോൾ ഉദാഹരണത്തിന് ശനിയാഴ്ച രാവിലെ ശനിയുടെ ഹോരയിൽ ജപിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സപ്പോസ് അന്നത്തെ ദിവസം എണീക്കാൻ വൈകി, ആ ഹോര നഷ്ടപ്പെട്ടാലും ഉച്ചയ്ക്ക് വരുന്ന ഹോര ചോദിച്ചാൽ മതി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ അലൈനിയ എന്നുള്ള വിദ്യയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നു. അപ്പൊ ഈ വാരം എന്നുള്ളത് വീണ്ടും ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഫണ്ടമെന്റൽസിൽ തന്നെ നിൽക്കുന്നത്. എങ്ങനെ സമയത്തിനെ ഉപയോഗിക്കാം നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള വിദ്യകളാണ്. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഒരു ഉദ്ദേശത്തോടു കൂടി, ഒരു സങ്കല്പത്തോടു കൂടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പ്രവൃത്തിക്ക് ആവശ്യമുള്ള ഒരു ഊർജത്തിൻ്റെ മണ്ഡലം ആ ഇന്ന ഗ്രഹത്തിൽ നിന്നുണ്ടോ, ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്തോളൂ. ശനിയാഴ്ച എല്ലാം മന്ദതയുടെ ദിവസമാണ്. അന്ന് അതുകൊണ്ട് കൂടുതൽ അച്ചടക്കം വേണം, കൂടുതൽ ഇറങ്ങി പണിയെടുക്കണം. ശനിക്ക് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ശനിയാഴ്ചകൾ നമ്മൾ രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജിയിൽ ഷിഫ്റ്റ് വരികയാണ്. അതായത് മടി ഉണ്ടാക്കേണ്ട എനർജി ഹൈറ്റായിട്ട് നിൽക്കുന്ന ദിവസത്തിൽ നമ്മൾ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് പണി ചെയ്യുന്നുണ്ട്. ബുദ്ധിയെ ഭ്രംശിപ്പിക്കും. അതുകൊണ്ട് ആ ദിവസം ബുദ്ധിയെ ഭ്രംശിപ്പിക്കണ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്, പാനീയങ്ങൾ കഴിക്കരുത്, മദ്യപിക്കരുത്, മാംസം കഴിക്കരുത്. ഇന്ന് ശനിയാഴ്ചയാണ് ചിക്കൻ വെക്കുക അല്ലേ? അന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളടിക്കുക. അപ്പോ ശനിയിൽ ഇത് ദശയ്ക്കും ഇതുപോലെ തന്നെ കേട്ടോ. ഇത് ദിവസക്കണക്കിന് ഇത് പ്രാക്ടീസ് ചെയ്താലേ ദശകാലത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ശനി ഡിമാൻഡ് ഡിസിപ്ലിൻ. ചൊവ്വാഴ്ച ദിവസം നമുക്ക് മൊത്തം രക്തം തിളപ്പായിരിക്കും. സെൻസ് ഓഫ് സക്സസ് ഓഫ് ഫെയിലിയർ തലയ്ക്ക് അടിച്ചു കയറും. കാരണം മാർസ് ഈസ് ഓൾ അബൌട്ട് വിക്ടറി ഓർ ഫെയിലിയർ അല്ലേ? അപ്പം ആ ദിവസം അതിനെ കൺട്രോൾ ചെയ്യാനുള്ള വിദ്യകൾ നോക്കണം. അപ്പൊ അതിനെ നിയന്ത്രിച്ചവരെ ആരാധിക്കണം. സുബ്രഹ്മണ്യൻ, കാളി, ഹനുമാൻ, ഇവരൊക്കെ സക്സസിനെ ഡിഫൈൻ ചെയ്യണവരാ. സെൻസ് ഓഫ് സക്സസ്. അതേപോലെ തന്നെ ഈ ബ്ലഡ് ചൂടാക്കുന്ന തരം ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, കൂടുതൽ ഹോട്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കാരണം രക്തം, മജ്ജ, അസ്ഥി, മാംസം ഇതൊക്കെ ചൊവ്വയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലി നമ്മുടെ പവർ നന്നായി നിൽക്കുന്ന സമയം, ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ഉണ്ടാവും, എന്തിനൊരു സൊല്യൂഷൻ കിട്ടുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബുധനാഴ്ച. ഉപാസനയ്ക്ക് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച. കാരണം ഈശ്വരാധീനം, ഗുരുത്വം ഇതൊക്കെ. വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക്, ഒരിക്കലും കടം കൊടുക്കരുത്, ഇങ്ങോട്ട് വല്ലതും വാങ്ങണേനൊക്കെ അന്നത്തെ ദിവസം ചെയ്യാം. ചൊവ്വാഴ്ചയും കൊടുക്കരുത്. ലോൺ എടുക്കാൻ പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച. ഒരു പുതിയ ഔഷധം കഴിച്ചു തുടങ്ങാൻ, ഒരു ഡോക്ടറെ ആദ്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റിന് കാണാൻ ഒക്കെ ചൊവ്വാഴ്ച ബെസ്റ്റാ. കേരളത്തിലാണ് ചൊവ്വയ്ക്കൊരു ദുഷ്ടപരിവേഷം ഉള്ളത്. കേരളത്തിന്റെ പുറത്ത് അദ്ദേഹത്തിനെ മംഗളൻ എന്നാ വിളിക്കുക തന്നെ, മംഗൾവാർ എന്നാ പറയുക. നേരെ തിരിച്ചുള്ളൊരു പെർസ്പെക്റ്റീവാ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ. കേരളം പിന്നെ ഒക്കെ നമ്മൾ ഇത് കേരളമാണെന്നുള്ളത് കൊണ്ട് ഒക്കെ വേറെ ഉള്ളത് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലൊന്നും അല്ലാത്ത വേറൊരു വിഭാഗം ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ ഈ വാരം, തിഥി പറഞ്ഞു, വാരം പറഞ്ഞു, ഇനി വരുന്നത് നക്ഷത്രമാണ് വരിക. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ ഒരു മേക്ക്, നമ്മുടെ ഭാവിയെ എങ്ങനെ നിർണ്ണയിക്കും എന്ന് കാണിച്ചു തരുന്നതാണ് നക്ഷത്രം. വസ്തു നക്ഷത്രം കാണിച്ചു തരുന്നത് ഇവൻ എന്താവും, ഇവൻ്റെ ഇപ്പോഴത്തെ മനസ്സ് വെച്ചിട്ട്, ഇവൻ ജനിക്കുമ്പോൾ ഇവൻ്റെ മെൻ്റൽ മേക്കപ്പ് വെച്ചിട്ട് ഇവൻ എന്താവും എന്ന് കാണിച്ചു തരലാണ് നക്ഷത്രം ചെയ്യണത്. അതുകൊണ്ടാണ് നക്ഷത്രത്തിന് ഇത്രയും പ്രാധാന്യം ഇവിടെ കൊടുക്കാനുള്ള ഒരു കാരണം. നമ്മളൊരു ഇന്ന നക്ഷത്രത്തിൽ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ മേക്ക് ഉണ്ട്. ആ ദിവസം അത് ചെയ്യുക എന്നുള്ള ഒരു
ഒരു ഉം. ധാരണ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ചന്ദ്രൻ്റെ സഞ്ചാരമാണ്. ഉം. ചന്ദ്രൻ സഞ്ചരിക്കും. ചന്ദ്രൻ്റെ ഓരോ ഭാര്യമാരാണെന്നാ പറയും. ഓരോ ഭാര്യമാരുടെ ഒപ്പം മൂപ്പർ ഓരോ ദിവസം കഴിഞ്ഞ് വീണു. ഉം. അത് ഇത്ര നാഴിക നേരം. ഇത്ര നാഴിക നേരം ചന്ദ്രൻ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മൂപ്പർ അടുത്ത നക്ഷത്രത്തിൽ പോകും. അതിൽ ഒരു നക്ഷത്രത്തിൽ വരുമ്പോൾ ചന്ദ്രൻ എപ്പോഴും ബ്രൈറ്റ് ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നും. അത് രോഹിണിയാണ്. അതുകൊണ്ടാണ് അവളെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ നക്ഷത്രത്തിൽ നിന്നൊക്കെ എത്രയോ ദൂരെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബട്ട് ഇൻ റിലേഷൻ ടു അവർ പൊസിഷൻ ഹിയർ വി ഫീൽ ദാറ്റ്. അതെ. 5 നക്ഷത്രങ്ങളുടെ ഒരു കോൺസ്റ്റലേഷനാണ് അത്തം. ഉം. ഈ 5 നക്ഷത്രവും 5 ഒപ്പം നിൽക്കല്ല. ഒന്ന് ഏതോ ദൂരത്താണ്, ഒന്ന് വേറെ എവിടെ. പക്ഷെ ഭൂമിയിൽ നോക്കുമ്പോൾ 5 ഒന്നിച്ച് നിൽക്കുന്ന പോലെ തോന്നും. അതെ. ഇങ്ങനെ മാറിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് 5 പേരും വേറെ ഏതൊക്കെയോ ഭാഗത്താണ്. പക്ഷെ ചന്ദ്രൻ അവിടെ എത്തുമ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഉം. ഉം. ആ 5 നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന രശ്മിയും ചന്ദ്രനിൽ നിന്ന് വരുന്ന രശ്മിയും കലർന്ന് അത് ഭൂമിയിൽ ഒരു സ്പെസിഫിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ആ നക്ഷത്രത്തിന്റെ ഫലമായിരിക്കും. ആ കലക്ഷൻ ഓഫ് ഇഫക്റ്റ് ആണ് നമ്മൾ നക്ഷത്രം എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ആക്ച്വലി ആ നക്ഷത്രം അല്ല. ഓക്കെ. നമ്മൾ പറയില്ലേ, ഒരാളെ കണ്ടിട്ട് അവൻ ആൾ ഒറ്റയ്ക്കാണ് ഈ പാവാണ്, പക്ഷെ ആ കൂട്ടുകെട്ട് പോയി കഴിഞ്ഞാൽ അവൻ ആൾ ശരിയല്ല, അവൻ ഉണ്ടാക്കുന്നത് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ശരിക്ക്. ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് നക്ഷത്രം. ഇത് സട്ടിൽ ഡിഫറൻസ് ഉണ്ട്. തിഥി പ്യുവർലി ചന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇത് ചന്ദ്രന്റെ പൊസിഷനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ അനേകായിരം വർഷം ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ നക്ഷത്രങ്ങളൊക്കെയുള്ള വെച്ചിട്ട് സെലസ്റ്റിയൽ ഇവന്റുകൾ. ഇപ്പൊ രാമായണത്തിന്റെ സമയത്ത് വസിഷ്ഠന്റെ പുറകിലാണ് അരുന്ധതി നടക്കുക, ഭർത്താവിന്റെ പുറകിലാ ഭാര്യ നടക്കുക. അതുകൊണ്ട് അത് വളരെ അടക്കമായിട്ട് പറഞ്ഞു. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അരുന്ധതി മുന്നിൽ നടക്കണു, വസിഷ്ഠൻ പുറകെ നടക്കണു. എഴുതിയിരിക്കുക വ്യാസമഹർഷി. അരുന്ധതി മുന്നിൽ നടക്കണ കാലമാണ്, അതുകൊണ്ട് ഇത് സൂക്ഷിക്കേണ്ട കാലമാണെന്നാണ് വിതുരൻ പറയണത്. അരുന്ധതി മുന്നിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അരുന്ധതി നക്ഷത്രം വസിഷ്ഠന്റെ പ്രൊസീഡ് ചെയ്യുന്നതായിട്ട് തോന്നുകയാണ്. അതിനൊരു ഇഫക്റ്റ് ഉണ്ട്, കലാമിറ്റീസ് ഉണ്ടാവും ഭൂമിയിൽ. ഇതാണ് സംഭവം. അപ്പൊ നക്ഷത്രങ്ങളുടെ മൂവ്മെന്റ് തന്നെ. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ധ്രുവ നക്ഷത്രം എക്സാക്ട് നോർത്ത് പോളിലാണ് കണ്ടിരുന്നത്. ഇന്ന് നോർത്ത് പോളിൽ നിന്ന് നീങ്ങിയത്. ഇന്ന് നോർത്ത് പോൾ ധ്രുവ നക്ഷത്രവും നോക്കിയിട്ട് കപ്പലോടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ലോടെയും ചെല്ലും. കാരണം ഓരോ പോയിന്റ് ഡിഗ്രി മാറി നമ്മൾ ഇങ്ങനെ പോവുക, ഇങ്ങനെ പോണതിന് പകരം. കാരണം മൂപ്പര് ഇവിടെയല്ലേ കാണുന്നത്. അപ്പൊ ഇങ്ങനെ പോയിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെന്ന് ചേരും. അതുകൊണ്ട് പണ്ടത്തെ നാവികർ പോയിരുന്ന വഴി ഇന്ന് പോൾ സ്റ്റാർ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത് പോളിലല്ല. പണ്ട് സപ്തർഷി മണ്ഡലം അതിനെ ചുറ്റിയാണെന്ന് പറയും. ഇതേമാതിരി തന്നെ ഭാഗവതത്തിൽ നിൽക്കുന്ന ശിംശുമാര ചക്രം എന്ന് പറയും. ശിംശുമാരൻ എന്ന് പറഞ്ഞാൽ ഡോൾഫിന്റെ ആകൃതിയിലുള്ളൊരു കോൺസ്റ്റലേഷനാണ്. ശിംശുമാരൻ എന്ന് പറഞ്ഞാൽ ഡോൾഫിനാ, വിഷ്ണുവിന്റെ അവതാരമായിട്ടാ പറയുക. ഈ ശിംശുമാര ചക്രത്തിനെ കുറിച്ചിട്ട് തന്നെ വിസ്തരിച്ച് പറഞ്ഞു. അത് ആസ്ട്രോണമിയാണ്. അപ്പൊ ഭാഗവതത്തിൽ ശിംശുമാര ചക്രത്തിന്റെ പൊസിഷനിങ് പറയുന്നത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അന്ന് ഈ സംഭവങ്ങളൊക്കെ എപ്പോൾ ഉണ്ടായി. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ളതാണ് മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു മരിച്ചതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോൾ സോളാർ എക്ലിപ്സ് ഉണ്ടായി. നമ്മൾ പറയും സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ മറച്ചു ജയദ്രഥനെ കൊല്ലാൻ എന്ന് പറയും. അപ്പൊ നക്ഷത്രങ്ങളുടെ നോളജ്, നക്ഷത്രങ്ങൾ പൊതുവിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും നീങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ്ങർ ടേംസിലുള്ള പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റും, അസംഷൻസും ചെയ്യാൻ പറ്റും. പണ്ടത്തെ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും, വരാണ്ടിരിക്കുന്ന കാര്യങ്ങളും കുറേയേറെ വർഷങ്ങളിലേക്ക്, ആയിരക്കണക്കിന് വർഷങ്ങളിലേക്കുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇതിൽ വേറെ രസം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് മഹർഷിമാർക്ക് പറയാം ഇന്നിപ്പോൾ ആ നക്ഷത്രം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മകീരം നക്ഷത്രം, ശിവന്റെ കയ്യിലുള്ള അമ്പിന്റെ വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 കോൺസ്റ്റലേഷൻ ശിവനാണ്. ത്രിപുരം ദഹിക്കാൻ നിൽക്കുന്ന ശിവനാണ്. ആ ശിവന്റെ അസ്ത്രത്തിന്റെ മൊനയാണ് മൃഗശീർഷം എന്ന് പറഞ്ഞ മകീര നക്ഷത്രം. നമ്മൾ 100 ആരോന്റെ അറ്റത്ത് ഇങ്ങനെ റെഡിഷ് ആയിട്ട് തിളങ്ങുന്ന നക്ഷത്രം കാണും, അതാണ് മകീരം. ആ നക്ഷത്രത്തിൽ നിന്നുള്ള ലൈറ്റ് 50 കൊല്ലം മുമ്പ് പുറപ്പെട്ടതാ. ഇപ്പൊ നക്ഷത്രം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. അത് ഇപ്പൊ പൊട്ടിത്തെറിച്ചാൽ 50 കൊല്ലം കഴിഞ്ഞിട്ടാ കാണുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർനോവ ബ്ലാസ്റ്റ് ഉണ്ടായി. 670 years ബാക്ക് ഉണ്ടായ എക്സ്പ്ലോഷൻ ഇപ്പോഴാണ് ഭൂമി കണ്ട്. ഇപ്പൊ ആ സ്റ്റാറും ഇല്ല. പക്ഷെ നമ്മൾ അതിന്റെ ആ എക്സ്പ്ലോഷൻ കാണുന്നതിന്റെ തലേ ദിവസം വരെ അതിനെ സ്റ്റാറായിട്ട് അവിടെ കണ്ടുകൊണ്ടിരുന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നക്ഷത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, അസ്ട്രോളജിക്കൽ എന്താ പറയുക
കാഴ്ചപ്പാടിൽ നക്ഷത്ര മണ്ഡലം എന്നാണ്. ശരിക്കും നക്ഷത്രമല്ല, നക്ഷത്ര മണ്ഡലമാണ്, സ്റ്റാർ ഫീൽഡാണ്. ഡെസ്റ്റിനി അത് ഷേപ്പ് ചെയ്യണം, മനസ്സിനെ ഷേപ്പ് ചെയ്യണം. കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ മനസ്സാണ് നമ്മുടെ ഡെസ്റ്റിനി ഷേപ്പ് ചെയ്യണം. ഉം. നമ്മൾ തന്നെയാണ് ഡെസ്റ്റിനി അതെ, ഷേപ്പ് ചെയ്യണത്. അതെ. ആ ഡെസ്റ്റിനി ഷേപ്പ് ചെയ്യുന്ന സ്റ്റാർ ഫീൽഡിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് നക്ഷത്രത്തെ ഉം. പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഘടനയും നമ്മുടെ കർമ്മത്തിൻ്റെ ഗതിയും എന്താണെന്ന് ആ നക്ഷത്രം നോക്കിയാൽ പറയാൻ പറ്റും. അപ്പോഴാണ് പറയുക മൂല നക്ഷത്രത്തിൽ ജനിച്ചവരാണ്, അവൻ എന്നും കേമദ്രുമായിരിക്കും. ഇങ്ങനത്തെ കുറേ ജനറലൈസ്ഡ് നോൺസെൻസ് അതെ. നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനുള്ള കാരണം അത് ഈ വീക്കിലി ജ്യോതിഷം വന്നതിന് ശേഷമാണ് ഈ നക്ഷത്രം, എൻ്റെ നക്ഷത്രം ഇതാണ്, എന്താ ബലം എന്ന് ചോദിക്കുന്ന ഒരു രീതി വന്നത്. പണ്ട് ഇതൊന്നും ചോദിക്കില്ല. ജനിച്ച സമയം പറയും, തീയതി പറയും, ആ സ്ഥലം പറയും, ഇത്രേ വേണ്ടൂ. പക്ഷേ നമ്മൾ ഈ വാരികയിൽ വരുന്ന ജ്യോതിഷം വരാൻ തുടങ്ങിയതിന് ശേഷം 1900s ശേഷമാണ് ആരെങ്കിലും കുറച്ച് ജ്യോതിഷം അറിയുന്ന ഒരാളെ കണ്ട എൻ്റെ നക്ഷത്രം ഇതാണ് ഒന്ന് പറയുമോ. നക്ഷത്രം പറഞ്ഞിട്ട് ഒന്നും ആർക്കും കിട്ടില്ല. ഉം. അതൊരു ജനറിക് മേക്കപ്പാണ്. ആ നക്ഷത്രത്തിൻ്റെ ആ ഗിവൺ പ്ലേസിൽ ഗിവൺ ടൈമിൽ എന്തായിരുന്നു ഇഫക്റ്റ് എന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാവരും മുടിമൂലം എന്ന് പറഞ്ഞ അവസ്ഥയല്ല. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ തന്നെയും എന്താ പറയുക ഗണ്ഡാന്താവസ്ഥയിൽ ജനിക്കണമെന്നില്ല. ഉം. മനസ്സിലായില്ലേ? അതുമാതിരി തൃക്കേട്ട നക്ഷത്രത്തിലുള്ള എല്ലാവരും അമ്മ പറഞ്ഞ മാത്രം കേൾക്കണവരൊന്നും ആവില്ല. അവർ പറയും അമ്മ വരച്ച വരയൊന്നും മകൻ മാറില്ല, അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കരുത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ലോറിലുള്ള സംഭവങ്ങളാണ്. കോമൺ പറയുന്ന ഒരു കോമൺ ഇതാ. ഇത് മുഴുവൻ ഈ ഫലഭാഗ ജ്യോതിഷം, ഈ പ്രത്യേകിച്ച് ഈ വാരികാ ജ്യോതിഷം വന്നതിന് ശേഷം വന്നിട്ടുള്ള ഉം. ഒരു സംഭവമാണ്. ഉം. സൂക്ഷ്മമായിട്ടുള്ള കാൽക്കുലേഷൻസ് ആർക്കും വേണ്ട, അതിനുള്ള ക്ഷമയും ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് സംഭവിച്ചത്. ഇനി നമുക്ക് പറയുന്നത് യോഗമാണ് യോഗ. പറയുന്നത്. യോഗം വരണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ശക്തികൾ ഒന്നായിട്ട് ചേർന്ന് വരുമ്പോൾ, കമ്പൈൻഡ് ഫോഴ്സാണ്, സണ്ണിൻ്റെയും മൂണിൻ്റെയും കമ്പൈൻഡ് ഫോഴ്സ് വരുമ്പോൾ ആ ഫോഴ്സിൻ്റെ ടോട്ടലായിട്ടുള്ള ബലം എന്താണ്, അതാണ് യോഗം. സൂര്യനാരാ ആത്മാവാ, ചന്ദ്രനാരാ മനസ്സാ. മനസ്സ്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒന്നു ചേർന്നിട്ടുള്ള ബലം, ഏറ്റക്കുറച്ചിലുകൾ അതിൻ്റെ, അത് കണ്ടുപിടിക്കാനുള്ള വിദ്യയാണ് യോഗം. അത് സെലസ്റ്റിയൽ അവസ്ഥയിൽ ഓരോ ദിവസത്തിനും ഇൻ റിലേഷൻ ടു എർത്ത് ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. വാസ്തവത്തിൽ ജാതകത്തിൽ നമ്മൾ യോഗം എന്ന് പറഞ്ഞ യോഗ ചേർച്ചയാണ്. ഉം. നമ്മുടെ ആത്മശക്തിയും നമ്മുടെ മനഃശക്തിയുടെയും ചേർച്ചയ്ക്ക് അനുസരിച്ചിട്ടുണ്ട് രാജയോഗവും ചക്രവർത്തി യോഗവും കേമദ്രുവ യോഗം ശകടയോഗം ശരഭയോഗം ഇതൊക്കെ. ചിലർ പറയില്ല എനിക്ക് ഇത്ര യോഗം ഉണ്ട്, ഞാൻ ജാതകത്തിൽ അനുഭവിക്കണില്ല. അതിന് കാരണം മനസ്സിന്റെ ശക്തിയും ആത്മശക്തിയും അലൈൻഡ് അല്ല. അത് അലൈൻ ചെയ്യാനാണ് ഉപാസന പഠിപ്പിച്ചു തരുന്നത്. ഉം. ഉം. അപ്പോൾ എന്തുണ്ടാവും, നെഗറ്റീവ് അലൈൻമെൻറ്റുകൾ അതിൻ്റെ ബാഡ് ഇഫക്ട്സ് ഡിമിനിഷ് ചെയ്യും, പോസിറ്റീവ് അലൈൻമെൻറ്റുകൾ സ്ട്രെങ്ത് ഉണ്ടാവും, കൂടുതൽ നല്ല റിസൾട്ട്സ് ഉണ്ടാവും. ഉം. ഉം. അതുകൊണ്ട് ഇത്രയും ഓർത്താൽ മതി. സിമ്പിൾ ഡെയിലി പഞ്ചാംഗത്തിൽ സൂര്യചന്ദ്രന്മാരുടെ ബലത്തിൻ്റെ ഒന്നു ചേർന്നുള്ള ബലത്തിനെ മെഷറിങ് ആണ് ശരിക്ക് യോഗം ചെയ്യണം. പിന്നെ നമുക്ക് പറയുന്നത് കരണമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പ്ലോറേഷൻ ഉണ്ടല്ലോ. ഒരു പ്രാക്ടിക്കൽ ഒരു ആക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ഇത് നടക്കുമോ, ഇത് നടത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ള നമ്മുടെ ആ എക്സ്പ്ലോറേഷൻ്റെ ഇൻഡെക്സ് ആണ്. അതിൻ്റെ ഒരു മെഷർമെൻ്റാണ് കാരണം. കരണീയം, ചെയ്യേണ്ടത് എന്ത്, ആപതി കിം കരണീയം, ഞാൻ എന്താണ് ആപത്തിൽ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കണത് അല്ലേ. ആപത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ കരണ ശബ്ദം കൊണ്ട് ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ കാരണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അറിയാനുള്ള വിദ്യയാണ് ഈ കരണത്തിൽ കിടക്കേണ്ടത്. അതായത് ഒന്ന് തുടങ്ങണോ, തുടങ്ങിയാൽ അത് തന്നെ അത് സ്മൂത്തായിട്ട് നടക്കുമോ, ഇതാണ് കാരണം. ഇതറിയാനുള്ള വിദ്യ. കാരണം എല്ലാ ദിവസവും പണ്ടത്തെ കാലത്ത് എന്താ, രാവിലെ അടുക്കളയിൽ പോണ അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക്, വീട്ടമ്മയ്ക്കാണെങ്കിലും പാടത്ത് പണിക്ക് പോണവനാണെങ്കിലും അവനറിയണം അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും. ഇന്ന് വെത്ത് വയച്ചാൽ നടക്കുമോ, ഇന്നിപ്പോൾ ഈ എന്താ പറയുക തേങ്ങ ഇടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമുണ്ടോ, അതോ ഇനി വെറുതെ കടന്നു പോവോ, വിറ്റ് പോവോ ഇല്ലയോ, അല്ലെങ്കിൽ ചാഴി വരുമോ. എന്തിനും ഒരു മുഹൂർത്തം, ഒരു 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 ഓസ്പീഷ്യസ് ടൈം എന്ന് പറഞ്ഞാണ്. അത് ഭാഗ്യാന്വേഷിക്കലല്ല, അവിടെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്ന അപകടം. ഒരു റൈറ്റ് ടൈം നമുക്കറിയാം. ചായ എപ്പോഴാണ് പഞ്ചസാര ഇടേണ്ടത്, അല്ലെങ്കിൽ തേയിലപ്പൊടി ഇട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, വെറുതെ ഈ പച്ചവെള്ളത്തിൽ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ച വൃത്തികെട്ട വാട്ട ചായ കിട്ടുക. തിളച്ച ചായയിൽ തിളച്ച വെള്ളത്തിൽ പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ചായ ഉണ്ടാക്കും. ഇനി വേറൊരു രീതിയുണ്ട്, തിളപ്പിച്ച് നല്ല ബോയിലിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഓഫ് ചെയ്തിട്ട് ചായപ്പൊടി ഇട്ട് വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് അരിച്ചു മാറ്റിയ ഗംഭീര ചായ ആയിരിക്കും.
ഈ വിദ്യ തന്നെയാണ് പഞ്ചാംഗം പഠിപ്പിക്കുന്നത്. അതെ. വേറെ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇത് നമുക്കിനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ വർക്കൗട്ടാവും ഇത് ഓരോന്നും എന്നുള്ളത് ഒന്ന് ചുരുക്കി ഞാൻ പറയാം. ഇപ്പം തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മളെ വളരാനോ അതല്ലെങ്കിൽ ഒരു കാര്യം എന്താ പറയുക തുടങ്ങാനോ അത് തുടങ്ങിയത് പൂർത്തിയാക്കാനോ അനുവദിക്കുമോ എന്ന് തിഥി നോക്കിയാൽ പറയാൻ പറ്റും. ഉം. ആണ് അഷ്ടമിക്കൊന്നും തുടങ്ങരുത്, ചതുർത്ഥിക്ക് തുടങ്ങരുത്, ചതുർദശിക്കാവാം. ഉം. ചില തിഥികൾ ഉപാസനയ്ക്ക് നല്ലതാണ്, ചിലത് ലൗകികത്തിന് നല്ലതാണ്, ചിലത് ഗർഭാധാനത്തിന് നല്ലതാണ്, ചിലത് വിവാഹത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ തുടങ്ങിയാൽ മാത്രം പോരാ, യു ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് ആൻഡ് ഇൻ എ ഫ്രൂട്ട്ഫുൾ വേ. ഉം. അതിന് പ്രപഞ്ചത്തിൻ്റെ ഋതം, ശ്വാസം, മൂഡ് എങ്ങനെ നമ്മളെ അലൈൻ ഇത് പഠിപ്പിച്ചു തരാനാണ് തിഥി നോക്കണം. അപ്പോൾ തിഥിയുടെ സാധാരണക്കാരൻ്റെ അപ്ലിക്കേഷൻ വെദർ ടു സ്റ്റാർട്ട് സംതിങ്, വെദർ ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ് ഓർ വെദർ ടു ഫിനിഷ് സംതിങ്, ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തിഥി നമ്മൾ നോക്കണം. കാരണം ചന്ദ്രൻ്റെ സൈക്കോളജിക്കൽ ഇമ്പൾസ് വെച്ചിട്ടാണ് നമ്മൾ പൾസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അതെ. അത് നമുക്ക് പഠിപ്പിച്ചു. അവിടെ തിഥിയുടെ ഗ്രേറ്റ്നെസ്, തിഥി നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ വരണത് നമുക്ക് വാരമാണ്. വാരത്തിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിക്കണം എന്താ വെച്ചാൽ ആ ഗ്രഹം ഏത് ഗ്രഹമാണോ ആ ദിവസത്തിൻ്റെ ആധിപത്യത്തിൽ നിൽക്കുന്നത് ആ മൂപ്പരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള പണിയാണ് അന്ന് ചെയ്യേണ്ടത്. ബുധനാഴ്ച പ്രോബ്ലം സോൾവിങ് എന്ന് ഞാൻ പറഞ്ഞു. ഞായറാഴ്ച ഉപാസനയ്ക്ക് ബെസ്റ്റാണ്, ആത്മസ്വരൂപമാണ്, ശിവൻ്റെ ഉപാസനയാണ് നല്ലത് പറയും. തിങ്കളാഴ്ച ദേവിയോട് കൂടിയിരിക്കുന്ന ശിവനെയോ അല്ലെങ്കിൽ ദുർഗയോ ഉപാസിക്കാം. അതല്ലെങ്കിൽ മനസ്സിനെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസം. ഇറങ്ങി പണിയെടുത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ട തട്ടിക്കേക്കേണ്ട കാര്യങ്ങളെന്ന് പറയും നമ്മൾ. ചില കാര്യങ്ങൾ വി മൈറ്റ് ഹാവ് ടു ഫൈറ്റ്, അതിനൊക്കെ ബെസ്റ്റ് ചൊവ്വാഴ്ചയാണ്. ക്ഷേത്ര ദർശനാദികൾക്കൊക്കെ എന്താ പറയുക പൊതുവായിട്ട് വ്യാഴാഴ്ച നല്ലതാണ്, അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരെ കാണാൻ. അപ്പം ബേസിക്കലി പ്ലാനറ്റിൻ്റെ സ്വഭാവം, ഗ്രഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അന്നന്നത്തെ ടാസ്കുകളെ ചൂസ് ചെയ്യാനോ പ്രയോറിറ്റൈസ് ചെയ്യാനോ നമ്മളെ വാരം സഹായിക്കും. എന്ത് രസമായിട്ടുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കൂ അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ശനിയാഴ്ച നിങ്ങൾ ക്ലീൻ ചെയ്യൂ, വളരെ നല്ലതാണ്. അതേമാതിരി രാഹുവിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ടോയ്ലറ്റ് കഴുകാൻ ഏറ്റവും നല്ല ദിവസമാണ്. ടോയ്ലറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അവനവൻ സൃഷ്ടിക്കണ മാലിന്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസാണ്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമുക്ക് എത്ര വലിയ തലത്തിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. പിണ്ഡാണ്ടത്തുനിന്ന് ബ്രഹ്മാണ്ടത്തിലേക്ക് അപ്ലൈ ചെയ്യാം, ബ്രഹ്മാണ്ടത്തിനെ പിണ്ഡാണ്ടത്തിലേക്ക് കൊണ്ടുവരാം. മാക്രോകോസത്തു നിന്ന് മൈക്രോകോസത്തിലേക്കുള്ള അപ്ലിക്കേഷൻ കൊണ്ടുവരാം, മൈക്രോകോസത്തു നിന്ന് മാക്രോകോസത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള ടെംപ്ലേറ്റ് ഇട്ട് തന്നിരിക്കുക ഋഷിമാർ. അതാണ് വാരത്തിൻ്റെ അപ്ലിക്കേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നക്ഷത്രമാണ്. നക്ഷത്രം ആ ദിവസത്തെ മൂഡ് എന്താണ്, ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യും, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യും. ആദ്യം അറിയേണ്ട ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന. ചിലർ പറയും ആ നേരത്തെ എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല, ഞാൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പോയി. കാരണം അവനവനെക്കുറിച്ച് നോളജ് ഇല്ലാത്തവരാണത്. ഞാൻ പൊട്ടിത്തെറിക്കുന്ന ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറും. അതറിയാത്തപ്പോൾ ഞാൻ പണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എത്ര 100-200 പേര് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യണം, അവർക്ക് മുഴുവൻ എഫക്റ്റ് ചെയ്യും. അവരൊക്കെ എന്നെക്കാളും എത്രയോ സീനിയേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ലൈറ്റ് ബോയ്സിലുള്ളവർ, ക്യാമറയിലുള്ളവർ, അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. ഞാൻ ജസ്റ്റ് ബിക്കോസ് ഐ ആം ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കിടന്ന് അലറിക്കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ മനസ്സാ വീഴുക. അത് എന്ന് തിരിച്ചറിഞ്ഞോ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഫിലിം മേക്കർ, എനിക്ക് ബ്രദറെ പോലുള്ള ഒരാളാണ് അദ്ദേഹം, തമിഴിൽ. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നടാ, ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പ്രശ്നം വന്നാൽ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും, ഒല്ലെങ്കിൽ ഒന്ന് നടന്നിട്ട് വരും. ഈ വിദ്യ ഞാനും പരീക്ഷിക്കാൻ തുടങ്ങി. ഞാൻ ആ സിറ്റുവേഷൻ, എന്നെ ഇറിറ്റേറ്റ് ചെയ്ത സിറ്റുവേഷനിൽ ഞാൻ മൊമെൻ്റലി ഒരു സ്റ്റെപ്പെങ്കിലും എന്നെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഐ വാസ് ഇൻ ചാർജ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണോണ്ട് ഞാൻ ഇങ്ങനെ നോക്കും ഇന്ന നക്ഷത്രമാണെന്ന്. അപ്പോൾ എൻ്റെ ജന്മനക്ഷത്രവും എൻ്റെ മെൻ്റൽ മേക്കപ്പും വെച്ച് ഈ നക്ഷത്രത്തിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യാം, ഇന്ന സാധ്യതയുണ്ട്, അപ്പോൾ ഇന്നൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്നെ നിയന്ത്രിക്കേണ്ടത്. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇന്റേണൽ ബാറ്റിൽസ് ഒക്കെ നമുക്ക് ജയിക്കാം, പുറത്തെ ബാറ്റിൽസ് ഒന്നും ജയിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അകത്തെ ബാറ്റിൽ ജയിക്കാൻ വേണ്ടിയിട്ടാ നക്ഷത്രം. നക്ഷത്രത്തിൻ്റെ അറിവ് അതിന് വേണ്ടിയിട്ടാണ്. പുറത്തെ സാഹചര്യങ്ങൾ നക്ഷത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്, എൻ്റെ അകത്തും കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്കിത് മുൻകൂട്ടി അറിയാം ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അത് ഞാൻ നിയന്ത്രിച്ചാൽ മതി. അത് ഞാൻ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള വിദ്യയാണ് നക്ഷത്രം നോക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ പുറത്ത് ഈവൻ നമ്മളിപ്പോൾ ഒരു നെഗോസിയേഷന് പോകണു, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അപ്രൂവലിന് പോകണു, നക്ഷത്രം വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ വെക്കാൻ പറ്റും അയാൾ എങ്ങനെ
ബിഹേവ് ചെയ്യും, അയാൾ എന്താ ചിന്തിക്കുക. അതാണ് പണ്ടത്തെ കാലത്ത് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്ന നക്ഷത്രങ്ങളിൽ യാത്ര പോവില്ല, അതെ. കല്യാണം ഉം, ആലോചിക്കാൻ ഉം, പോവില്ല, ഉം. ഒരു പുതിയ ഭൂമി വാങ്ങാൻ നോക്കാൻ പോവില്ല, വൈദ്യനെ കാണാൻ പോവില്ല. ഇതിനൊക്കെ കാരണം ഇതാണ്. എന്നാൽ ചിലതിൽ പോവും. ചിലത് പറയും തിഥിയും യോഗം ഒന്നും നോക്കണ്ട, സോറി തിഥിയും വാരവും നോക്കണ്ട, നക്ഷത്രം നല്ലതാണ് പൊക്കോ പറയും. ഇനി തിഥിയും വാരവും നക്ഷത്രവും കൂടെ ചേർന്ന് വന്നാലോ, ചില വ്രതങ്ങൾക്ക് കാണാം തിങ്കളാഴ്ചയും പൂയും നക്ഷത്രവും കൂടെ ചേർന്ന് വരണ ദിവസം ദേവിയെ പൂജ കഴിച്ചാൽ, ഉം. അഷ്ടമിയും അനിഴം നക്ഷത്രവും കൂടെ ചേർന്ന് വരുന്ന ദിവസം ഇന്ന മരുന്ന് പച്ചമരുന്ന് പറിച്ച് അതുകൊണ്ട് കഷായം വെച്ചാൽ. ഇതിന്റെ കാരണം ഇതാണ്. ഉണ്ട്, ഉണ്ട്. ഇതൊന്നും പൊട്ടന്മാരല്ല, ഇവരിതൊക്കെ ഇരുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എത്രയോ കാലം ഇരുന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അവരവരുടെ അനുഭവങ്ങൾ വെച്ച് കണ്ടുപിടിച്ചതാ. നമുക്കത് ഗ്രാഹ്യം ഇല്ല എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞത് തെറ്റാണെന്ന് വരുന്നില്ല. പിന്നെ വരുന്നത് യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യചന്ദ്രന്മാരുടെ കമ്പൈൻഡ് ബലമായതുകൊണ്ട് ആ ദിവസത്തെ ഊർജം എന്നെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവാണോ, ഉം, അത്രേ ഉള്ളൂ. ഉം. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവാണോ, ഇത് നോക്കുകയാണ്. അതുകൊണ്ടാണ് അന്നത്തെ യോഗം നോക്കണം. അപ്പോൾ രാജാക്കന്മാരെന്ത് ചെയ്യും, ഇന്ന് ശത്രു രാജ്യത്തേക്ക് ഒരു ദൂതനെ അയക്കണോ അതോ വാർ ഡിക്ലെയർ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വളരെ മനസ്സിന്, ഇപ്പം നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളോട് നമ്മളൊരു ദുരന്ത വാർത്ത പറയണം, അത് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ യോഗം നോക്കണം, നന്നായിരിക്കും. അയാളുടെ ബലം ഉള്ള സമയത്ത്, നമുക്ക് ബലമുള്ള സമയത്ത് പറഞ്ഞാൽ നമുക്ക് അയാളെ നിയന്ത്രിച്ച് ആ വിഷമത്തിനെ അയാൾ ചേർത്ത് പിടിക്കാനും പറ്റും, നമ്മൾ തകരില്ല, അയാളും ഓ അതെയോ എന്നാ ചോദിക്കുക. നേരെ വെച്ച് യോഗം മോശമായിരിക്കുന്ന സമയമാണെങ്കിൽ അയാൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. അതെ. ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നതിന് യോഗം നോക്കും. പണ്ട് യോഗം നോക്കിയിട്ട് ആ ന്യൂസ് ബ്രേക്ക് ചെയ്യുക. അപ്പം അടിയന്തരമായിട്ട് ഇപ്പം മരണമൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അറിയിക്കേണ്ടത് നിവർത്തിയില്ല. ഉം. പക്ഷെ എന്നാലും യോഗം അറിഞ്ഞിരിക്കുക. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇത് യോഗവിദ്യയിൽ വരുമ്പോൾ ചന്ദ്രനാടി സൂര്യനാടി ഇട തിങ്കള, ശ്വാസം നോക്കും. ശ്വാസം ഇങ്ങനെ നോക്കും. ഇപ്പോൾ ചില ഗുരുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടാൽ അവരിങ്ങനെ മൂക്കിനെ പിടിച്ച് നോക്കണ്ടാവും. ഉണ്ട്. ശ്വാസം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഉം. ഇത് രണ്ടിലും അല്ലാണ്ട് ശ്വാസം സുഷുമ്നയിലായിരിക്കണം. സുഷുമ്നയിലാവുമ്പോഴാണ് നമ്മൾ ബാലൻസിൽ സമമായിട്ടിരിക്കുക. അപ്പോഴേ നമ്മൾ സ്വാമിയാവുള്ളൂ. Okay. സമത്വമായിട്ട് ബാലൻസിലിരിക്കുക. യോഗം ഈ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, യോഗം ബാലൻസ് കിട്ടാൻ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു ദിവസം എനർജി സപ്പോർട്ടീവ് ആണോ, അന്ന് സ്മൂത്തായിരിക്കുമോ, അതോ ഈ എനർജി ഡെട്രിമെൻ്റൽ ആവുമോ, ഈ വെറുതെ ഡെട്രിമെൻ്റൽ അല്ല, ഇത് കുളമാക്കുമോ, ഉം. ഇതൊക്കെ യോഗത്തിൻ്റെ കൊണ്ട് നമ്മളൊരു സാധാരണക്കാരൻ അറിയാൻ പറ്റും. അപ്പം പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് പഞ്ചാംഗത്തിൻ്റെ അവസാനത്തെ എന്ന് പറയുന്നത് ഈ കരണമാണ്. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇപ്പം ചെയ്താൽ അത് മര്യാദയ്ക്ക് നടക്കുമോ, ഇതിന് തുടങ്ങാൻ തന്നെ പറ്റുമോ, തുടങ്ങിയാലും നടക്കുമോ, നടന്നാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവുമോ. ചിലർ പറയും ഞാൻ എത്ര പണിയെടുത്താണ് ഒരു ഫലവും ഉണ്ടായില്ല എന്ന് പറയും. കാരണം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിം കളിക്കുന്നുണ്ട്. കാരണം ഭയങ്കര രസമാണ്. കാരണം അനവധിയുണ്ട്. 2 തരം കരണമുണ്ട്. ക്ലാസിഫിക്കേഷൻ തന്നെയുണ്ട് കാരണങ്ങൾക്ക്. ചരമായിട്ടുള്ള കരണങ്ങൾ, അതായത് മൂവിങ്, ചലിക്കുന്ന കാരണം, അത് എല്ലാ ചന്ദ്രമാസത്തിലും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ചന്ദ്രമാസം 28 ദിവസമാണ്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം കണക്ക് അല്ലേ, നമ്മൾ 28 നക്ഷത്രങ്ങൾ, 27 നക്ഷത്രം അങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ ആ കണക്കിൽ നമ്മൾ പോകുന്നു. ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു പുരുഷ നക്ഷത്രവും ബാക്കി പെങ്ങന്മാരുമാണ് മൂപ്പർക്ക്. അല്ല, അഭിജിത്തിൽ മാത്രം ആരും ജനിക്കുന്നില്ല. അത് വളരെ ഫ്യൂവർ സമയത്തൊക്കെയുള്ളൂ. അതൊക്കെ കുറച്ചുകൂടെ ഡെപ്തി പഠിക്കുന്നവർക്ക് പഠിക്കാം. അപ്പോൾ ഈ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളുടെയും ഈ ചന്ദ്രൻ എല്ലാ നക്ഷത്രങ്ങളിലും കൂടിയും കടന്നു പോകുന്ന, കോൺസ്റ്റലേഷനുകളിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു ആവൃത്തി മുഴുവൻ കടന്നു പോകുന്നതാണ് ഒരു ചന്ദ്രമാസം. മനസ്സിലായില്ലേ? ആ ചന്ദ്രമാസത്തിൽ, എല്ലാ ചന്ദ്രമാസത്തിലും റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കരണങ്ങളെ ചരകരണങ്ങൾ പറയും. ഒറ്റത്തവണ മാത്രം മാസത്തിൽ വന്നു പോകുന്നത് അതിനെ സ്ഥിരകരണം എന്ന് പറയും. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചരകരണങ്ങളിൽ വിഷ്ടിക്കരണം എന്ന് പറഞ്ഞൊരു കരണമുണ്ട്. ആ കരണം നടക്കണ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു മംഗളകരമായിട്ടുള്ള കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ടഫ് ഡിസിഷൻസ്, അഗ്രസീവായിട്ടുള്ള പണികൾ, യുദ്ധമൊക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇതിനൊക്കെ ബെസ്റ്റാണ് വിഷ്ടിക്കരണം. മനസ്സിലായില്ലേ? അതേമാതിരി ശകുനി എന്ന് പറഞ്ഞ കരണമുണ്ട്. ഈ മാസത്തിൽ ഒരിക്കൽ മാത്രം വരണ
നമ്മുടെ സ്ഥിരകരണത്തിൽ. ആ സമയത്ത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷെ മാസത്തിൽ ഒരിക്കൽ വരും. ആ നേരത്തെ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ചതിക്കപ്പെടും. അതിന്റെ പേരെന്നെ ശകുനി എന്നാ. അതെ. അതുകൊണ്ട് കരണം നോക്കിയിട്ടാണ് കരണീയം തീരുമാനിക്കണത്. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് കരണം നോക്കിയിട്ടാണ്. ബേസിക്കലി കരണം നമ്മളെ പഠിപ്പിക്കും, നമ്മളിതപ്പോൾ ഇറങ്ങി നിൽക്കാൻ പോണ നിലം ഉം. ഉറച്ചതാണോ, അതോ ചവിട്ടിയ വഴുക്കോ, അതോ തലയടിച്ച് വീഴോ, അതോ താണു പോവോ എന്നൊക്കെ അത് കറക്റ്റ് പറഞ്ഞു തരും. ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ആണ് ശരിക്കും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ്. ഉം. അപ്പോൾ തിഥി, വാരം, വാരം, നക്ഷത്രം, യോഗം, യോഗം, കരണം. ഈ 5 ഘടകങ്ങൾ വെച്ചിട്ട് നിത്യജീവിതത്തിൽ ഒരാൾക്ക് അയാളുടെ നോർമൽ ഇത് വിടുക, പക്ഷെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ ഇതിനനുസരിച്ച് അലൈൻ ചെയ്താൽ എൻഡ് ഓഫ് ദി ഡേ അയാളുടെ മെയ്ക്കിനനുസരിച്ചിട്ട് പ്രപഞ്ചത്തിൻ്റെ താളത്തിന് അലൈൻ ചെയ്യലാണ്. ഉം. അത് ഒരാൾക്ക് അശോകിന് വർക്കാവണമെന്ന് എനിക്ക് വർക്കാവണമെന്നില്ല. എനിക്ക് മോശം സമയമായിട്ടുള്ള അശോകിന് ചിലപ്പോൾ നല്ല സമയമാവാം, ഓക്കെ. അല്ലെങ്കിൽ വേറൊരാൾക്ക് നല്ല സമയമാവാം. അതെ. നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അലൈൻമെൻ്റ് ആണത് ടു ദ കോസ്മിക് ഓർഡർ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, അതൊക്കെ സമയം നോക്കി ചെയ്യണം. എല്ലാറ്റിനും ഒരു നല്ല സമയമുണ്ട് ദാസ എന്ന് പറയണത്, ആ നല്ല സമയം ആദ്യം ദാസൻ അലൈൻഡ് ആവണം പ്രപഞ്ചത്തിൻ്റെ താളമായിട്ട്, അല്ലാണ്ട് നല്ല സമയം വരില്ല. നമ്മൾ അലൈൻഡ് ആയിട്ടിരിക്കുന്ന കാലത്ത് നല്ലത് നടക്കും. നമ്മൾ നല്ലത് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്, മനസ്സിന് ഒന്നും മുറിവേൽപ്പിക്കപ്പെടാത്ത നമുക്ക് സൗഖ്യം തരുന്ന വിഷയങ്ങൾ നടക്കും. അല്ലാത്തത് കുഴപ്പാക്കുകയും ചെയ്യും. ആത്മവിചാരമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ നോക്കാതെ മോശം നടന്നാലും അതിൽ നിന്ന് അവർക്കൊരു സ്പിരിച്വൽ ലെസൺ പഠിക്കാനുള്ളത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഒന്നും മോശമായിട്ടില്ല. അതെ. ഒന്നും മോശമായിട്ടില്ല. കാരണം ഒരു ശകുനി പോലുള്ള ഒരു കാരണം വരേണ്ടത് ആവശ്യമാണ് ചില ആൾക്കാർക്ക്. അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ആസ് ലോങ് ആസ് വി ഡോണ്ട് ലേൺ ഫ്രം ഇറ്റ്, വി ഡോണ്ട് ടേക്ക് എ സ്പിരിച്വൽ ലെസൺ ഫ്രം ഇറ്റ്, ഇറ്റ് വിൽ റിമെയിൻ ആസ് എ വൂണ്ട്. പക്ഷേ ദ മൊമെന്റ് വി ടേക്ക് എ സ്പിരിച്വൽ ലെസൺ, നമ്മൾ ആധ്യാത്മികമായിട്ടൊരു അറിവ് നമ്മളൊരു അനുഭവത്തിൽ നിന്നൊരു ദുരനുഭവത്തിൽ ഉണ്ടാക്കിയാൽ ആ നിമിഷം ആ അനുഭവം നമ്മുടെ ഗുരുനാഥനാണ്. അപ്പോൾ ഈ പറയുന്ന തിഥിയും വാരവും നക്ഷത്രവും ഒന്നും വിഷയമല്ല. തിഥിയും വാരവും നക്ഷത്രവും ഒന്നും വിഷയമല്ലാതാവുന്നത് ആ അവസ്ഥ എത്തുമ്പോൾ മാത്രമാണ്. അതാണ് ആ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജാതകവും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഈശ്വരൻ്റെ നമ്മുടെ ആ വില്ലിന് സമർപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഏത് നേരവും നല്ല നേരം. അത് മനസ്സിലുണ്ടായാലേ വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് ബാധിക്കില്ല. അല്ലാണ്ട് നമ്മൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ വെച്ചിട്ട് എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറത്തു പോകുന്നില്ല. കാരണം മനസ്സിലാ കളി. ഇത് മുഴുവൻ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. നമ്മൾ പ്രോസ്പെരിറ്റിയെ ഇപ്പോൾ അട്രാക്ട് ചെയ്ത് വരുത്താൻ പഠിപ്പിക്കുന്ന കാലമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ മാനിഫെസ്റ്റേഷന് വേണ്ട റൂൾസാണ് ശരിക്കും പഞ്ചാംഗത്തിൻ്റെ 5 അംഗങ്ങൾ. പോസിറ്റീവായിട്ടുള്ള എന്തിൻ്റെയും മാനിഫെസ്റ്റ് ചെയ്യുക നമ്മുടെ ലൈഫിൽ, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അതാണ് പറഞ്ഞത്. ഇത് 5 അംഗങ്ങൾ. അതാണ് ഞാൻ ഇത്ര സമയം എടുത്ത് പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നത് അത് വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ് തോന്നി.